എടാ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സംഭവമാണ് പൂച്ച നാടകം. ഈ ഒരു പൂച്ചേനെ കൊണ്ട് ശല്യായിട്ടാവുള്ളൂ. ഏത് നേരം ഈ ഫ്രിഡ്ജിൽ വന്ന് എല്ലാം കട്ടു തിന്നു. പല ദിവസങ്ങളായിട്ട് ഞാൻ എടുത്ത ക്ലിപ്പുകളാണ് കേട്ടോ ഇത്. താഴത്ത് വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഫ്രിഡ്ജിൽ വെച്ച പൂച്ച തിന്നും, റൂമിൽ വെച്ച സാധനം മോശമായി പോയി. ഇനി എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ലടാ. ഈ പൂച്ചന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാല് കുടിക്കില്ല, പക്ഷെ തൈര് എടുത്ത് കട്ടങ്ങ് തിന്നുകളയും. അതൊക്കെ പോട്ടെ, നമ്മൾ ഇന്ന് ഓഫീസിൽ പോയിട്ട് നേരത്തെ കാലത്തെ വെളിച്ചത്തിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാന്ന് വെച്ചു. ചായയൊക്കെ കുടിച്ച് സെറ്റ് ആയിടാ, നേരത്തെ എത്തി, അതുകൊണ്ടാട്ടോ വന്നത്. അങ്ങനെയാണ് എന്റെ കൂടെയുള്ള സുചി പറഞ്ഞു, എടാ ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്, നമുക്ക് ഇന്ന് അവിടെ പോവാന്ന്. ആ പോകുന്ന വഴിയിൽ ഇതിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാണ്. നമ്മളെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്കിനുള്ള ഇടത്താണ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഈ എന്താ ഒരു പേര് പറയുന്നത് എന്താന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, അതിൽ കയറണമെന്നാണ്. അപ്പൊ ഇത് നടന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ആളെ പോകുമ്പോഴാടെ അടിപൊളി ആംബിയൻസ് ആണ്. എന്റെ ഓഫീസിന്റെ അടുത്തും കുറെ ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ആടിയെത്തി. അടിപൊളി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഒരു എന്താണ് ഗീപ്പടി ദോശയും പിന്നെ ഇവര് മസാല ദോശയും വടയും അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി മസാല ദോശയും അടിപൊളി ഫിൽറ്റർ കോഫി ആയിരുന്നു. എന്റെ മക്കളെ വയറൊക്കെ അങ്ങ് ഫില്ലായി. ഇനി എടാ ഇതുപോലത്തെ ഓരോ പുതിയ സ്ഥലം ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. എടാ അങ്ങോട്ട് നോക്കും ഒരു തലശ്ശേരി റെസ്റ്റോറന്റ്, പക്ഷെ അത് അടച്ചിട്ടുണ്ടേ. ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ പുതിയ സ്ഥലങ്ങൾ കാണാനും മാറുന്നു പലതും ട്രൈ ചെയ്യാനൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടാ ബൈ.